ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾ ഒരു കാർ കമ്പനിയിൽ നിന്നായിരിക്കും ഉണ്ടാവുക. അല്ലാതെ മൊബൈൽ ഫോണുകൾക്ക് വേണ്ടി റീചാർജ് ചെയ്യാവുന്ന ബാറ്ററികൾ നിർമ്മിക്കുന്ന ഒരു സാധാരണ ബാറ്ററി കമ്പനി പെട്ടെന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടാക്കുന്ന വിപണിയിൽ ഒരു ആഗോള ഭീമനായി ഉയർന്നു വരുന്നത് സങ്കല്പിക്കുക. ഇതാണ് BYDയുടെ കഥ. ബിൽഡ് യുവർ ഡ്രീംസ് എന്ന ചുരുക്കെഴുത്താണിത്. ഈ കമ്പനി ലോകമെമ്പാടുമുള്ള ഇലക്ട്രിക് വാഹന മത്സരത്തിൽ ടെസ്ലയെ പോലെയുള്ള വമ്പന്മാരെ നിശബ്ദമായി മറികടന്നുകൊണ്ടിരിക്കുകയാണ്. വാഹന ലോകത്ത് വെറുമൊരു പിന്തുടർച്ചക്കാരനായി വന്നതിന് ശേഷം ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി ഇൻഡസ്ട്രി കീഴടക്കുന്ന ഒരു സ്ഥാനത്ത് നിന്ന് അപ്രതീക്ഷിതമായിട്ടാണ് പല കമ്പനികളും ഉയർന്നു വരുന്നത് എന്നതിനുള്ള തെളിവാണ് BYD. നിങ്ങളിൽ ചിലരെങ്കിലും BYDയുടെ വളരെ ഇന്നവേറ്റീവായിട്ടുള്ള കാർ മോഡലുകൾ കണ്ടിരിക്കും. ചിലതൊക്കെ തന്നെ മറ്റ് കാറുകളിൽ നിന്ന് കോപ്പി അടിച്ചതുപോലെ നമുക്ക് തോന്നുകയും ചെയ്യുമായിരിക്കും. എന്നിരുന്നാലും ഇന്ന് സത്യത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും BYD തങ്ങളുടെ കാറുകൾ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതും ഇലക്ട്രിക് കാറുകൾ മാത്രം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായി ഒരു 2-3 വർഷമായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യവുമുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമാണ് വർദ്ധിച്ചു വരുന്ന ഊർജ്ജ പ്രതിസന്ധി ലോകം കണ്ടത്. വ്യാവസായിക മലിനീകരണവും വാഹനങ്ങളിൽ നിന്നുള്ള പുകയുമേറ്റ് നഗരങ്ങൾ മൂടൽ മഞ്ഞിൽ മുങ്ങുകയും ഇപ്പോൾ നമ്മുടെ ഡൽഹി എടുത്താൽ പോലും ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്തത്ര പരിസ്ഥിതി മലിനീകരണം ഉണ്ടാവുകയും ചെയ്തു. ചൈനയുടെ കാര്യമെടുത്താലും ബീജിങ്ങും ഷാങ്ഹായും ഒക്കെ തന്നെ ലോകത്തിലെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള അന്തരീക്ഷമുള്ള വലിയ സിറ്റികളാണ്. ആകാശം പോലും ചാരനിറത്തിലാണ് കാണപ്പെടുന്നത്. വായുവിലെ വിഷവാതകങ്ങളും മറ്റു മാലിന്യങ്ങളും കാരണമുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെ മറികടക്കാൻ ലോകത്തുള്ള പല ഗവൺമെൻറ്റുകളും കഠിനമായി പരിശ്രമിക്കുകയും പെട്രോളും ഡീസലും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കാറുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരുന്നതിന് വേണ്ടി പലതരത്തിലുള്ള സബ്സിഡികൾ ഇലക്ട്രിക് വാഹന രംഗത്തേക്ക് പമ്പ് ചെയ്യുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായി. അതേസമയം ആഗോള സമ്പദ് വ്യവസ്ഥ എണ്ണവിലയിലെ വ്യതിയാനങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ കാലാവസ്ഥാ മാറ്റമുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ ഭാവിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഈ ഒരു പെട്രോൾ ഡീസൽ പോലെയുള്ള ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് അപകടകരമാകുമെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ശുദ്ധവും സുസ്ഥിരവുമായ ഊർജ്ജ സ്രോതസ്സുകളാണ് ഇതിന് പരിഹാരമെന്നുള്ളത് വ്യക്തമായിരുന്നു. എന്നാൽ ഈ ലക്ഷ്യത്തിലേക്കുള്ള വഴി വെല്ലുവിളികൾ വളരെ നിറഞ്ഞതാണ്. ആദ്യകാല ഇലക്ട്രിക് വാഹനങ്ങൾ അഥവാ EVകൾക്ക് പല പോരായ്മകളും ഉണ്ടായിരുന്നു. ബാറ്ററികൾക്ക് കാര്യമായ ശേഷിയില്ലായിരുന്നു. ചാർജ് ചെയ്യാൻ നല്ല സമയമെടുക്കുമായിരുന്നു. മാത്രമല്ല വിലയും വളരെ കൂടുതലായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് എപ്പോഴെങ്കിലും സാധാരണ പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനുകളുമായി മത്സരിക്കാൻ സാധിക്കുമോ എന്ന് പലരും സംശയിച്ചു. ചാർജിംഗ് സൗകര്യങ്ങളുടെ കുറവ് മറ്റൊരു തടസ്സമായിരുന്നു. നിലവിലുള്ള വാഹന നിർമ്മാണ രീതിയിൽ ഉറച്ചുപോയ പല പ്രമുഖ കമ്പനികളും അല്ലെങ്കിൽ വാഹന നിർമ്മാതാക്കളും പെട്രോളും ഡീസലും വിട്ടുള്ള വാഹനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒട്ടും തയ്യാറായിരുന്നില്ല. എന്നാൽ മറ്റ് പല കമ്പനികളും ഈ വിഷയത്തിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നപ്പോൾ BYD ഇതിനെ ഒരു അവസരമായിട്ടാണ് കണ്ടത്. ഇന്നത്തെ കാലത്ത് ലിഥിയം ഉപയോഗിച്ചുകൊണ്ടുള്ള കാറുകളെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഈ ലിഥിയം അത്ര എളുപ്പത്തിൽ കിട്ടുന്ന ഒരു പദാർത്ഥമോ അല്ലെങ്കിൽ ലോഹമോ ഒന്നുമല്ല. അത് കുഴിച്ചെടുക്കാൻ വലിയ ഖനികളും പരിസ്ഥിതി പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് മാത്രമല്ല, ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിലെ വളരെ ദാരിദ്ര്യം പിടിച്ച ജനങ്ങളെയും കുട്ടികളെയും പണിയെടുപ്പിച്ചുകൊണ്ട് തുച്ഛമായ കൂലി കൊടുത്തുകൊണ്ടാണ് പല ഇൻ്റർനാഷണൽ കമ്പനികളും ലിഥിയം ബാറ്ററിക്ക് വേണ്ടിയിട്ടുള്ള ലിഥിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന വാസ്തവം അവിടെയുണ്ട്. BYDയും അതിൽ ചില്ലറക്കാരനാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങളുടെ മുന്നേറ്റം വളരെ അഡ്വാൻസ്ഡായി മാറിക്കൊണ്ടിരിക്കുകയും പുതിയ ടെക്നോളജികൾ വന്നതിന് ശേഷം ബാറ്ററി സാങ്കേതിക വിദ്യ ഉൾപ്പെടെ മാറുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ BYD കൊണ്ടുവരുന്ന ഒരു വിപ്ലവത്തെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. 2000ൻ്റെ തുടക്കത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ മുന്നേറ്റത്തിനായിട്ടുള്ള പോരാട്ടം ആരംഭിച്ചതായി കാണാൻ കഴിയും. പാശ്ചാത്യ രാജ്യങ്ങളിൽ ടെസ്ല ആകർഷകമായിട്ടുള്ള രൂപകൽപ്പനയും ഉയർന്ന പ്രവർത്തനക്ഷമതയുമുള്ള ഇലക്ട്രിക് കാറുകളുമായി സിലിക്കൺ വാലിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. അതേസമയം ഇന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പല കമ്പനികളും സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു. ലോകത്തെ ഏറ്റവും ഭീമനായിട്ടുള്ള വാഹന നിർമ്മാതാക്കളിൽ ഒരാളായിട്ടുള്ള ടൊയോറ്റ പോലെയുള്ള ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ ഹൈബ്രിഡ് കാറുകളുമായിട്ടാണ് ആ സമയത്ത് വിപണി പിടിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ചൈനയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപ്ലവത്തിനുള്ള സാഹചര്യങ്ങൾ അപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കാണാം. ചൈനയിലെ നഗരങ്ങളിൽ കൽക്കരി ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യവസായശാലകളും ദശലക്ഷക്കണക്കിന് പെട്രോൾ കാറുകളും വായു മലിനമാക്കുന്നത് വലിയ പ്രശ്നമായിരുന്നു. ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ ചൈനീസ് സർക്കാർ ഹരിത സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ നൽകാൻ തുടങ്ങി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സബ്സിഡികൾ, EV നിർമ്മാതാക്കൾക്ക് നികുതി ഇളവുകൾ, പുനരുപയോഗ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിക്ഷേപം നൽകാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പലതരത്തിലുള്ള ഇടപെടലുകൾ എന്നിവയുണ്ടായിരുന്നു. കൂടാതെ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവാന്മാരായ ചൈനീസ് ഉപഭോക്താക്കൾ പരമ്പരാഗത കാറുകൾക്ക് താങ്ങാനാവുന്നതിലും പരിസ്ഥിതി സൗഹൃദമായ ബദലുകൾ തേടാൻ
തുടങ്ങുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബാറ്ററി നിർമ്മാതാക്കളായി വളർന്നു വന്ന BYD വാഹന വ്യവസായത്തിലേക്ക് ചുവടുവയ്ക്കുന്നത്. BYDയുടെ വളർച്ചയുടെ കഥ സ്ഥാപകനായിട്ടുള്ള വാങ് ചുവാഫുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ചൈനയിലെ അൻഹുയി പ്രവിശ്യയിലെ ഒരു സാധാരണ ഗ്രാമത്തിലാണ് വാങ് ജനിച്ചത്. ചെറുപ്പത്തിലെ തന്നെ അനാഥനായ അദ്ദേഹം സഹോദരങ്ങളുടെയും പഠിക്കാനുള്ള കഠിനമായ ആഗ്രഹത്തിൻ്റെയും പിന്തുണയോടുകൂടിയാണ് വളർന്നത്. ശാസ്ത്രത്തോടുള്ള ഇഷ്ടം അദ്ദേഹത്തെ രസതന്ത്രത്തിൽ ബിരുദം നേടുന്നതിലേക്ക് എത്തിച്ചു. സാങ്കേതികമായ കണ്ടുപിടുത്തങ്ങളിൽ അദ്ദേഹത്തിനുള്ള കഴിവ് വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധയാകർഷിക്കുന്നതായിരുന്നു. 1995 റീചാർജ് ചെയ്യാവുന്ന ബാറ്ററികൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ വാങ് BYD എന്ന കമ്പനി സ്ഥാപിച്ചു. അക്കാലത്ത് സോണിയെയും പാനാസോണിക്കിനെയും പോലുള്ള ജാപ്പനീസ് കമ്പനികളാണ് വിപണിയിൽ മുന്നിട്ട് നിന്നിരുന്നത്. എന്നാൽ വാങ് പിന്മാറിയില്ല. അസംസ്കൃത വസ്തുക്കൾ മുതൽ ഉൽപ്പന്നങ്ങൾ വരെ സ്വന്തമായി നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിലാണ് കമ്പനി വളർത്തിയെടുത്തത്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്താനായിട്ടുള്ള പല മേഖലകളിലേക്കും അദ്ദേഹം എക്സ്പ്ലോർ ചെയ്തു. ഉൽപ്പാദന ചെലവ് കുറയ്ക്കാനും സാധിച്ചു. ഈ സമീപനമാണ് പിന്നീട് വാഹന വ്യവസായത്തിൽ BYDയുടെ വിജയത്തിന് അടിസ്ഥാനമായത്. 2003 BYD ഒരു കാർ നിർമ്മാണ കമ്പനിയായ ക്യുങ്ചുവാൻ ഓട്ടോമൊബൈൽസിനെ $30 മില്യൺ വാങ്ങുകയായിരുന്നു. ഇത് വ്യവസായ നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തി. BYDക്ക് കാർ നിർമ്മാണത്തിൽ മുൻ പരിചയമില്ലെന്നും ഇത് അവരുടെ ബാറ്ററി ഉൽപ്പാദനത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുമെന്നും നഷ്ടമുണ്ടാകുമെന്നും വിമർശകർ പറഞ്ഞു. എന്നാൽ വാങ് ചുവാൻഫുവിന് മറ്റുള്ളവർ കാണാത്തൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. വാഹനങ്ങളുടെ ഭാവി ഇലക്ട്രിക് ബാറ്ററികളാണെന്ന് വാങ് ചു വിശ്വസിച്ചു. ബാറ്ററി സാങ്കേതിക വിദ്യയിലുള്ള വൈദഗ്ധ്യം കാർ നിർമ്മാണത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞാൽ താങ്ങാവുന്നതിലും അപ്പുറമുള്ള എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. ആദ്യകാല BYD കാറുകൾക്ക് വലിയ ആകർഷണീയതയൊന്നും ഉണ്ടായിരുന്നില്ല. ലളിതമായ രൂപകൽപ്പനയും ഗുണനിലവാരമില്ലായ്മയും കാരണം ചൈനയ്ക്ക് പുറത്ത് ഈ വാഹനങ്ങൾ ആരും മൈൻഡ് പോലും ചെയ്തില്ല. എന്നാൽ BYD തളർന്നില്ല. പുതിയ മോഡലുകൾ പുറത്തിറക്കിക്കൊണ്ടും കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ടും ഇൻ്റർനാഷണൽ വിപണിയിലെ, പ്രത്യേകിച്ച് പാശ്ചാത്യ വിപണിയിലെ കമ്പനികളിലെ പല മേധാവികളെയും ഡിസൈനറുകളെയും വലിയ വിലയ്ക്ക് കമ്പനിയിൽ എടുത്തുകൊണ്ടും അവർ മുന്നോട്ട് പോയി. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെർട്ടിക്കൽ പ്രൊഡക്ഷൻ. പല കമ്പനികളും ഇപ്പോൾ ഇലക്ട്രിക് കാറായാലും മൊബൈലായാലും ഒക്കെ തന്നെ അവരുടെ ചില പാർട്ടുകളെ മറ്റ് കമ്പനിയിൽ നിന്ന് വാങ്ങാറുണ്ട്. ഇപ്പോൾ ആപ്പിൾ സ്ക്രീൻ സാംസങ്ങിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ, ടെസ്ല പാനസോണിക്കിൽ നിന്ന് ബാറ്ററി എടുത്തിരുന്നത് പോലെ എല്ലാം അവർ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യില്ല. എന്നാൽ BYDക്ക് അവരുടെ ഒരു പ്രൊഡക്ഷൻ സംവിധാനം എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്രൊഡക്ഷനാണ്. അവർക്ക് ലിഥിയം മൈൻ മുതൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്ന സ്വന്തം കമ്പനികളുണ്ട്. അതുകൊണ്ട് തന്നെ ചിലവ് കുറയ്ക്കാനും സപ്ലൈ ചെയിനിൽ ഡിലേ ഉണ്ടാകാതിരിക്കാനും പുതിയ അപ്ഡേറ്റുകൾ കൊണ്ടുവരാനും അവർക്ക് സാധിച്ചു. മാത്രമല്ല BYDയുടെ എല്ലാ കാറുകൾക്കും ഏകദേശം ഒരേ തരത്തിലുള്ള സ്പെയർ പാർട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് റീപ്ലേസ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഉപഭോക്താക്കൾക്കും കമ്പനിക്കും വലിയ തോതിലുള്ള അഡ്വാൻറ്റേജായി മാറി. 2008 BYD F3DM എന്ന ലോകത്തിലെ ആദ്യത്തെ പ്ലഗ്-ഇൻ ഹൈബ്രിഡ് വാഹനം പുറത്തിറക്കിയതോടെ BYDയുടെ മുന്നേറ്റം ആരംഭിച്ചു. സാധാരണ ഹൈബ്രിഡ് കാറുകളിൽ നിന്ന് വ്യത്യസ്തമായി F3DMന് ഗണ്യമായ ദൂരം, അതായത് നല്ല മൈലേജ് വൈദ്യുതിയിൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. ഈ കാർ പുറത്തിറങ്ങിയതോടുകൂടി BYD ബാറ്ററി നിർമ്മാതാക്കളിൽ നിന്നും ആഗോള ഇലക്ട്രിക് വാഹന വിപണിയിലെ ശക്തമായൊരു സാന്നിധ്യമായി മാറി. F3DM പ്രമുഖ നിക്ഷേപകരുടെ ശ്രദ്ധ ആകർഷിച്ചു. 2008 വാറൻ ബഫറ്റിൻ്റെ ബെർക്ക്ഷയർ ഹാത്വേ BYDയിൽ 10% ഓഹരി വാങ്ങിയതോടുകൂടി ബഫറ്റിൻ്റെ പിന്തുണ BYDക്ക് ആഗോളതലത്തിൽ വിശ്വാസ്യതയും സാമ്പത്തിക പിന്തുണയും തന്നു. വാറൻ ബഫറ്റിനെ പോലെ ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ കമ്പനിയെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ഭാവി ഉണ്ടായിരുന്നു എന്നൊരു ലേബലാണ് അപ്പോൾ കിട്ടിയത്. ടെസ്ലയുടെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രൂപകൽപ്പനയും അത്യാധുനിക സാങ്കേതിക വിദ്യയും ഒന്നിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ. എന്നാൽ BYD സാങ്കേതിക വിദ്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററി രംഗത്താണ് ഏറ്റവും വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ളത്. 2020കളുടെ തുടക്കത്തിൽ കമ്പനി ബ്ലേഡ് ബാറ്ററി എന്ന സവിശേഷമായൊരു സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചു. അമിതമായി ചൂടാകാനും തീപിടിക്കാനും സാധ്യതയുള്ള ലിഥിയം അയോൺ ബാറ്ററികളുടെ ഒരു സ്ട്രക്ചറൽ സ്റ്റൈലിൽ നിന്ന് വ്യത്യസ്തമായി ബ്ലേഡ് ബാറ്ററികൾ ചെറിയ രീതിയിലുള്ളൊരു പുരോഗമനം നടത്തി, അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുത്തിയതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിച്ചു. അതായത് പ്രവർത്തനക്ഷമതയിൽ കുറവ് വരുത്താതെ തന്നെ കഠിനമായ സാഹചര്യങ്ങളെ നേരിടാൻ കഴിയുന്ന ഒരു പ്രത്യേക ടൈപ്പ് ബാറ്ററി. ഇത് കനം കുറഞ്ഞതും ഭാരം കുറഞ്ഞതും കൂടുതൽ കാലം ഈട് നിൽക്കുന്നതുമായിരുന്നു. ഹാൻ സെഡാൻ, ടാങ് SUV പോലെയുള്ള BYDയുടെ പുതിയ തലമുറ വാഹനങ്ങളുടെ പ്രധാന ഭാഗമായി ബ്ലേഡ് ബാറ്ററി മാറിക്കഴിഞ്ഞിരുന്നു. ഈ മോഡലുകൾ ആഡംബരവും മികച്ച പ്രകടനവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് നൽകി. പെട്ടെന്ന് BYD ചൈനയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കമ്പനി അല്ലാതെയായി. ടെസ്ലയുടെയും മറ്റ് വാഹന നിർമ്മാതാക്കളുടെയും ആധിപത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ആഗോളതലത്തിലേക്ക് BYD വളരുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. BYDയുടെ ലക്ഷ്യങ്ങൾ യാത്രാവാഹനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. മറ്റ് ഗതാഗത മാർഗങ്ങളിലും ഊർജ്ജ ഉപഭോഗത്തിലും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്ന് കമ്പനി തിരിച്ചറിഞ്ഞു. യൂറോപ്പ് മുതൽ തെക്കേ അമേരിക്ക വരെ 50-ലധികം രാജ്യങ്ങളിൽ BYD നിർമ്മിച്ച ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്.
ഹരിതപരമായി മുന്നോട്ട് പോകാനും പെട്രോളിയം, ഡീസൽ, ഫോസിൽ ഇന്ധനങ്ങളുടെയൊക്കെ തന്നെ സ്വാധീനം കുറയ്ക്കാനും പല യൂറോപ്യൻ രാജ്യങ്ങളും മറ്റു പല രാജ്യങ്ങളും പലതരത്തിലുള്ള സബ്സിഡികൾ കൊടുക്കുന്നത് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തി പൊതുഗതാഗത രംഗത്തേക്ക് ബസ്സുകൾ ഇറക്കിയാണ് BYD അവിടെ ലാഭം കണ്ടത്. BYDയുടെ അത്യാധുനിക ബാറ്ററികളിൽ പ്രവർത്തിക്കുന്ന ഈ ബസ്സുകൾ സുസ്ഥിരമായ നഗരഗതാഗതത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. വീടുകൾക്കും ബിസിനസ്സുകൾക്കും പുനരുപയോഗ സാധ്യതയുള്ള ഊർജ്ജ പദ്ധതികൾക്കുമായിട്ട് BYD ബാറ്ററികൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പവർ ഗ്രിഡുകളെ സുസ്ഥിരമാക്കാനും അതുപോലെ തന്നെ സൗരോർജ്ജത്തിൽ നിന്നും കാറ്റിൽ നിന്നുമുള്ള ഊർജ്ജത്തിൻ്റെയും ഉപയോഗം വ്യാപിപ്പിക്കാനും പലതരത്തിലുള്ള സ്റ്റോറേജ് സംവിധാനങ്ങളാണ് അവർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തിരക്കേറിയ നഗരങ്ങളിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി സ്കൈറെയിൽ, മോണോറെയിൽ സംവിധാനം എന്ന ആശയവുമായി BYD മുന്നോട്ട് വന്നിട്ടുണ്ട്. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സ്വാധീനമാണ് സത്യത്തിൽ BYD മുന്നോട്ട് വയ്ക്കുന്നത്. 2023 ആയപ്പോഴേക്കും BYD ടെസ്ലയെ മറികടന്ന് ആ വർഷം ഏകദേശം 18 ലക്ഷം ഇലക്ട്രിക് വെഹിക്കിളുകളാണ് വിറ്റഴിച്ചത്. താങ്ങാവുന്ന വിലയും ഉൽപ്പാദനക്ഷമതയുമാണ് BYDയുടെ പ്രത്യേകത. ഇത് ഹരിത വിപ്ലവത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന സാധാരണ ഉപഭോക്താക്കൾക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ ലഭ്യമാക്കുന്നതിലേക്ക് മാറി. ബാറ്ററി സാങ്കേതിക വിദ്യയിലെ BYDയുടെ മുന്നേറ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പുനരുപയോഗ ഊർജ്ജത്തിൻ്റെ ഉപയോഗമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങളെ പരിഹസിച്ചിരുന്ന മറ്റു വാഹന നിർമ്മാതാക്കൾക്ക് ഒരു രക്ഷയുമില്ലാതായി. അവർ പുനർവിചിന്തനം ചെയ്യുകയും തങ്ങളുടെ മോഡലുകളും EVയിലേക്ക് മാറ്റാൻ അവരുടെ വ്യവസായത്തെ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. BYDയുടെ വിജയത്തിന് പിന്നിൽ വാങ് ചുവാൻഷു എന്ന വ്യക്തിയുടെ കഠിനാധ്വാനവും ദീർഘവീക്ഷണവുമുണ്ട്. സാങ്കേതിക വിദ്യയ്ക്ക് ലോകത്തിലെ പല പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ കഴിയുമെന്ന അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഒരുപാട് സംരംഭകരെ പ്രചോദിപ്പിച്ച ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു കമ്പനിയുടെ തലപ്പത്തേക്ക് എത്തിയ വാങ്ങിൻ്റെ യാത്രയിലൂടെ മനസ്സിലാക്കാം. വലിയ സ്വപ്നങ്ങൾ കാണുകയും അതിനായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്താൽ എത്ര വലിയ പ്രതിബന്ധങ്ങളെയും മറികടക്കാൻ സാധിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹം. ഒരു കേവലം ബാറ്ററി നിർമ്മാതാവിൽ നിന്നും ഇലക്ട്രിക് വാഹനങ്ങളുടെയും ഹരിതോർജ്ജത്തിൻ്റെയും ആഗോള നേതാവായി മാറുന്ന BYD കണ്ടുപിടുത്തങ്ങൾക്ക് അതിരുകളില്ലെന്നാണ് തെളിയിക്കുന്നത്. സങ്കീർണമായ ആഗോള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാങ്കേതിക വിദ്യയിലെ കഴിവും നിലവിലുള്ള രീതികളെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യവും വേണമെന്ന് BYD പറയുന്നു. BYD കൂടുതൽ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ പാരമ്പര്യം വരും തലമുറകൾക്ക് സ്വപ്നം കാണാനും മികച്ച രീതിയിൽ പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ BYDയെക്കുറിച്ച് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷനുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ വിമർശനങ്ങളും വെല്ലുവിളികളും ഒക്കെ തന്നെ ഉണ്ടാകും. എങ്കിലും ടെസ്ല പോലെയുള്ള വലിയ ഭീമന്മാരുടെ മുന്നിൽ BYD എന്ന് പറയുന്ന ഒരു ചൈനീസ് കമ്പനി ആധിപത്യം നടത്തുന്നതിനെ നമുക്ക് കണ്ണടച്ചിട്ടാക്കാൻ സാധിക്കില്ല. താങ്ക് യു.